സിനിമയിൽ പലതുമായിരുന്നു ഈ മനുഷ്യൻ. എന്നിട്ടും പട്ടിണി മാത്രമായിരുന്നു ഈ കലാകാരന് മിച്ചം. ഗ്ലാമർ ലോകത്തിന്റെ ഭാഗമായിരുന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ ജീവിതം ഒട്ടും ഗ്ലാമറില്ലാതെ മുന്നോട്ടു പോകുകയായിരുന്നു. മധുസാറ് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ കെട്ടുന്നു, ഉമാ സ്റ്റുഡിയോ. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാമായിട്ട്. അപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ മധുസാറിനോടൊപ്പം നേരെ തിരുവനന്തപുരത്ത് വരുന്നു. ഉമാ സ്റ്റുഡിയോ തുടങ്ങുന്നു. ഉമാ സ്റ്റുഡിയോയിലെ ആദ്യ ചിത്രം ധീരസമീര യമുനാതീരം വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പടം വീണ്ടും തുടങ്ങുന്നു. മൂന്നാമതൊരു പടം കൈതപ്പൂ എന്ന് പറയുന്നൊരു സിനിമ. അത് തുടക്കത്തിൽ ശങ്കരൻ നായർ സാറ് ഡയറക്ടറും വില്യംസ് ക്യാമറയുമായിരുന്നു. അങ്ങനെ പകുതിയായപ്പോഴത്തേക്ക് അവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി, ഒഴിവായിപ്പോയി. ബാക്കി ആ ചിത്രം പൂർത്തീകരിച്ചത് ഞാനാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മധുസാർ തന്നു. അതിനെ തുടർന്ന് വീണ്ടും 2 സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേറെ ചില പ്രശ്നങ്ങൾ. പിന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് പുറത്തുനിന്നൊരു പടം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് തലയിൽ ഒരു 24 തയ്യൽ. അങ്ങനെ മെഡിക്കൽ കോളേജിലാണ്. പിന്നെ അവിടെയും ഈശ്വരകാരുണ്യം. ഇത്രയും കാലത്തെ സർവീസും പ്രവൃത്തിയും ഇത്രയും ലോകജനതയും താരങ്ങളും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഉണ്ടെങ്കിലും ആരും 5 പൈസ ഒരു ഗുളിക വാങ്ങിക്കാൻ എനിക്ക് തന്നില്ല. ആരും അങ്ങോട്ട് വന്നതുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നിനും പോകാറില്ലാത്തതുകൊണ്ട് ചാകാൻ കിടന്നപ്പോഴത്തേക്കും ആരെയും അറിയിക്കാൻ പോയി. എൻ്റെ വൈഫിൻ്റെ പേരിലുള്ള ഒരു വീട് അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്, മുടവുമ്പോൾ. അത് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെച്ച് കാശെടുത്ത് ചികിത്സിച്ചു. അവസാനം അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഈ അവസരത്തിൽ പോലും നമ്മൾ ആരെയും വെറുത്തിട്ടില്ല, ആരോടും പരിഭവമില്ല, ആരുടെയും ഞാനൊന്നും പണ്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ അപകടത്തിൽ കിടന്നു വിചാരിച്ച് ആരും തന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് ആരോടും പരിഭവവും ഗുണവുമൊന്നുമില്ല. എങ്കിലും ഇപ്പോഴും വീണ്ടും ലക്ഷ്യം സിനിമ തന്നെ. ഇടയ്ക്ക് ഈ സീരിയലുകളായിട്ടൊക്കെ പ്രവർത്തിച്ചു എങ്കിലും സിനിമ അത് പോയില്ല. നമുക്ക് സമ്പത്തുണ്ടായില്ല എന്നുള്ളതല്ലാതെ എൻ്റെ ലക്ഷ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. പകുതിയിൽ വിട്ടു പോകേണ്ടി വന്നിട്ടില്ല. ബാക്കിയൊന്നും എനിക്ക് അയോഗ്യമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ മനസ്സിൽ സിനിമ, വീണ്ടും സിനിമ, വീണ്ടും സിനിമ, അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. മൂവി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഈ സംവിധായകൻ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇദ്ദേഹത്തിലെ നടന് അപൂർവമായെങ്കിലും അവസരങ്ങളുണ്ട്. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഇപ്പോഴും തന്റെ അധ്വാനം കൊണ്ട് സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം. ഇത് എൻ്റെ ഭാര്യ വസന്തകുമാരി, മുടവൻ മുകളിൽ വസന്തകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. എഴുത്തുകാരിയാണ്, ആർട്ടിസ്റ്റാണ്. പിന്നെ എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നു. അവിടെ എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന സിനിമ, മധുസാറ് ശാരദ ഒക്കെ അഭിനയിച്ചു. അതിൽ ജനാർദ്ദൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്ന് ഉള്ള പരിചയം തുടർന്ന് പിന്നെ പ്രേമമായി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞത്. പിന്നെ മക്കൾ 3 ആൺമക്കളാണ്. മൂത്ത മകൻ വിനോദ് കുമാർ, രണ്ടാമത്തെ മകൻ വിഷ്ണു, മൂന്നാമത്തെ മകൻ വിശാൽ. 3 പേരും ഡിഗ്രിക്കാരാണ്. അതിൽ മൂത്ത ആൾ മാത്രമേ ഒരു തൊഴിൽ രംഗത്തുള്ളൂ. ബാക്കി 2 പേരും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഒരു തൊഴിൽ അന്വേഷകരായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇടയ്ക്ക് ദുഃഖങ്ങളും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായെങ്കിലും ഇന്നും ഞങ്ങളുടെ കുടുംബ ഭദ്രത വളരെ നല്ല രീതിയിൽ, ഞങ്ങളുടെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിൽ. പിന്നെ ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പുഷ്കരകാലം സ്വപ്നം കാണുകയാണ്. അത് ഈ ദുരിതവും ദുരവസ്ഥയും ഒക്കെ മാറി അങ്ങനെ ഒന്ന് വന്നാൽ എല്ലാം ഒരു സ്വപ്നം പോലെ.